ഹായ് എല്ലാവർക്കും നമസ്കാരം. എങ്ങനെ നല്ലൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. പ്രൊഫഷണലായി തന്നെ നിങ്ങൾക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനും അതുപോലെ തന്നെ പ്രൊഫഷണലായി തന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. നിങ്ങൾ ശരിയായ രീതിയിൽ തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അതിൽ നിങ്ങൾക്ക് വൈറലാവാൻ സാധിക്കും. ശരിയായ രീതിയിൽ തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് അത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് വ്യൂസ് ലഭിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ധാരാളം ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഒരുപാട് പേര് തന്നെ പ്രൊഫഷണലായിട്ട് തന്നെ ഈ ഒരു യൂട്യൂബ് മേഖല കൊണ്ട് നടക്കുന്നുണ്ട്. സോ നിങ്ങൾക്കും അതുപോലെ തന്നെ മന്ത്ലി നല്ലൊരു ഇൻകം തന്നെ ജനറേറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റായ രീതിയിൽ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. കാരണം ഓൾഡ് ജിമെയിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. ചിലപ്പോൾ പെട്ടെന്ന് ലോഗ് ഔട്ട് ആയി കഴിഞ്ഞാൽ ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാകും. സോ എങ്ങനെ നമുക്ക് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വളരെ ഈസി ആയൊരു മെത്തേഡാണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അവസാനം വരെ കണ്ടാൽ മാത്രം നിങ്ങൾക്ക് എങ്ങനെയാണ് കറക്റ്റായ രീതിയിൽ തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് അറിയാൻ പറ്റുള്ളൂ. സോ ജസ്റ്റ് നിങ്ങൾ ഇതിനു വേണ്ടി എന്താ ചെയ്യുന്നത് വെച്ചാൽ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യുക. യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഹോം പേജ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. സോ ഈ ഒരു ഹോം പേജ് ഏറ്റവും താഴെയായിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫൈൽ ഐക്കൺ കാണാൻ സാധിക്കും. യു എന്നൊരു ഓപ്ഷൻ ഉണ്ടാകും. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുവേണ്ടി സ്വിച്ച് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇപ്പോൾ ഒരുപാട് അപ്ഡേറ്റ് വന്നതിന് ശേഷം ഒരുപാട് ഓപ്ഷൻസൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഓൾറെഡി നിങ്ങൾക്കൊരു ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ഉണ്ടാവും. അതിന് മേലെയായിട്ട് നിങ്ങൾ പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഒരു പ്ലസ് ഐക്കൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചെക്കിങ് ഇൻഫോ എന്നുണ്ടാവും. അതിന് ശേഷം ഇവിടെ ഇമെയിൽ ഓർ ഫോൺ നമ്പർ എന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിവിടെ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതായത് പുതിയൊരു ജിമെയിൽ അക്കൗണ്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പുതിയ ജിമെയിൽ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ നമുക്ക് സൈൻ ഇൻ എന്ന ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി വേറൊരു ജിമെയിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ജിമെയിൽ അക്കൗണ്ട് അല്ലെങ്കിൽ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതായത് നമുക്ക് യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജിമെയിൽ അക്കൗണ്ട് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതായത് നമ്മൾ യൂട്യൂബ് ചാനലിന് വേണ്ടി മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് ഒരു ജിമെയിൽ ക്രിയേറ്റ് ചെയ്യുക. ഇതിനു വേണ്ടി നിങ്ങൾ ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോർ മൈ പേഴ്സണൽ യൂസ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ സർ നെയിമും ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് നെയിം മാത്രം ടൈപ്പ് ചെയ്യുക. ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള എൻ്റർ യുവർ നെയിം എന്നുള്ളതിൽ അത് നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ നെയിം വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ചാനൽ ഏതാണ് ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച നെയിം ഏതാണ്, അല്ലെങ്കിൽ ആ ഒരു യൂട്യൂബ് ചാനൽ കൊടുക്കാൻ വെച്ച നെയിം ഏതാണ്, ആ ഒരു നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു നെയിം ഇവിടെ ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. സർ നെയിം വേണമെങ്കിൽ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ എൻ്റർ യുവർ ബർത്ത്ഡേ ആൻഡ് ജെൻഡർ എന്നുണ്ടാവും. അതിൽ നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ മന്ത് കൊടുക്കുക. അതിനുശേഷം ഇയർ, അതിന് താഴെ ജെൻഡർ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിങ്ങൾക്ക് ജിമെയിൽ ചൂസ് ചെയ്യാൻ, അതായത് നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. ഇതിൽ നിങ്ങൾക്ക് ജിമെയിൽ യൂസ് ചെയ്ത് ജിമെയിലാണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അത് ജിമെയിൽ നെയിമാണ് ഇവിടെ നിങ്ങൾ പിക്ക് ചെയ്യേണ്ടത്. ഇതിലേതെങ്കിലും ഒരു ജിമെയിൽ അക്കൗണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ എന്നുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏത് ജിമെയിൽ അക്കൗണ്ടാണ് വേണ്ടത് ഈസി ആയിട്ട് പറയാൻ പറ്റുന്ന ജിമെയിൽ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അവൈലബിൾ ആണോ നോക്കുക, ആ ഒരു ജിമെയിൽ അവൈലബിൾ ആണോ എന്ന് നോക്കുക. അതിനുശേഷം സ്ട്രോങ് ആയിട്ടുള്ള ഒരു പാസ്വേഡാണ് നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. ആ ഒരു ജിമെയിൽ അക്കൗണ്ട് സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അതായത് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ ക്രിയേറ്റ് ചെയ്യുക. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാക്ക് ചെയ്യാൻ സാധ്യതകൾ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ്, അതായത് ക്യാരക്ടേഴ്സും സിമ്പിൾസും അതുപോലെ തന്നെ നെയിം, അതായത് ആൽഫബെറ്റ്സൊക്കെ കലർന്നുള്ള ഒരു പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ കാണുന്ന നെക്സ്റ്റ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ റിവ്യൂ അക്കൗണ്ട് ഇൻഫോ എന്നുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. അല്ലെങ്കിൽ താഴെ നെക്സ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പ്രൈവസി ആൻഡ് ടേംസ് എന്നുള്ളതാണ്. ഇത് മൊത്തം പറ്റുമെങ്കിൽ വായിച്ച ശേഷം എഗ്രി കൊടുക്കുക. സോ അത് മൊത്തം വായിച്ച ശേഷം താഴെ ഐ എഗ്രി എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ജിമെയിൽ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് യൂസ് ചെയ്ത് നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴയ ജിമെയിൽ അക്കൗണ്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും എറർ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പെട്ടെന്ന് ജിമെയിൽ അക്കൗണ്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് റിക്കവർ ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് വരുന്നത്.
അപ്പോൾ ഇവിടെ ചെക്കിംഗ് ഇൻഫോ എന്നുള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതിന് ശേഷം നിങ്ങൾ വരേണ്ടത് നിങ്ങൾ ജിമെയിൽ അതായത് യൂട്യൂബിലേക്കാണ്. നിങ്ങൾ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത ശേഷം താഴെ നിങ്ങൾ ആ പ്രൊഫൈൽ പിക്ചറിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുക. പ്രൊഫൈൽ പിക്ചർ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ക്രിയേറ്റ് എ ചാനൽ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ ക്രിയേറ്റ് എ ചാനൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ക്രിയേറ്റ് എ ചാനൽ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ ചാനൽ നെയിം കൊടുക്കുക, അതുപോലെ തന്നെ ചാനൽ ഡിസ്ക്രിപ്ഷനും കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഹാൻഡിൽ എന്നുള്ളത് ചൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഹാൻഡിൽ എന്നുള്ളത്, അതായത് ഇപ്പോൾ ഷോർട്സ് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ ഹാൻഡിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈസി ആയിട്ടുള്ള നെയിം കൊടുക്കുക. അതിനുശേഷം പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്യുക. നല്ലൊരു അടിപൊളിയുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ ആഡ് ചെയ്ത ശേഷം സേവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിന് എങ്ങനെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല അടിപൊളിയുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുക എന്നുള്ള അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. സോ ഇങ്ങനെയാണ് മെയിനായിട്ട് നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ഈസി ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. വളരെ ശ്രദ്ധിച്ച് തന്നെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയി തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.